ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഈ വീഡിയോയിൽ എന്റെ കനത്ത ശബ്ദം ആരും മൈൻഡാക്കണ്ട, ഒട്ടും വയ്യ. ഇന്നലെ രാത്രി കിടന്നുറങ്ങിയത് ട്രെയിനിലായതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റപ്പോൾ ട്രെയിനിലായിരുന്നു. എക്സാം കഴിയേണ്ട താമസം അന്ന് രാത്രി തന്നെ ഞാൻ ചെന്നൈയിലോട്ട് ട്രെയിൻ കയറി. അമ്മയും തീയൊക്കെ അവിടെ വല്യമ്മേന്റെ അടുത്താണ്. എനിക്ക് എക്സാം ആയതുകൊണ്ട് തന്നെ അന്ന് അവരെ കൂടെ പോകാൻ പറ്റിയിട്ടില്ല. സ്റ്റേഷനിലെത്തി അമ്മ കൂട്ടാൻ വരാന്ന് പറഞ്ഞ അമ്മേനെ നോക്കി നടക്കുമ്പോൾ അമ്മ അത് അവിടെ ഓൾറെഡി എന്നെ വീഡിയോ എടുത്തോണ്ട് നിൽക്കുന്നു. രാവിലെ എണീറ്റപ്പോൾ തൊട്ട് ഒരു തുള്ളി വെള്ളം കിട്ടാത്തതുകൊണ്ട് ഒന്ന് ഉഷാറാവാൻ ഒരു കാപ്പി കുടിക്കാൻ വെച്ച്. 2 കാപ്പിന്റെ വില കേട്ടിട്ട് ഒരു നിമിഷം ഞാൻ സ്തംഭിച്ച് നിന്നുപോയി. റെയിൽവേ സ്റ്റേഷനിലെ കാപ്പിക്ക് നമ്മുടെ മോളിലെ കോഫീന്റെ വിലയോ. ആദ്യമായിട്ടാണ് ഞാൻ ട്രെയിനിൽ ഇത്ര ദൂരം ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നത്. ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞ സത്യത്തിൽ ബോറ് പരിപാടിയാണ്. എല്ലാരും കൂടെ ഒരുമിച്ച് സംസാരിച്ച് കഥയൊക്കെ പറഞ്ഞ് ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് ട്രാവൽ ചെയ്യുന്നതിന്റെ സുഖമൊന്നും ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടാവില്ല. സ്റ്റേഷനിൽ ഫ്ലൈറ്റിലോട്ട് പോണ വഴിക്കാണ് മെറീന ബീച്ച്. അതിന്റെ തൊട്ടടുത്തുള്ള മാർക്കറ്റിൽ നിന്ന് നല്ല ഫ്രഷ് മീൻ വാങ്ങാൻ വെച്ച് നിൽക്കുമ്പോഴാണ് ഇവിടെ ഫ്ലൈറ്റ് ഒക്കെ തലയ്ക്ക് മീതെ പോണത് കണ്ടത്. ഹൈറ്റ് പണ്ടേ പാരമ്പര്യമായിട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട്. എക്സാം കഴിഞ്ഞ ക്ഷീണം മാറ്റാൻ പകല് ഫുള്ളും വീട്ടിൽ തന്നെയായിരുന്നു. വൈകുന്നേരം ആയപ്പം ഒരു പ്രധാന അമ്പലത്തിൽ പോകാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴോ ദേ ഇതായിരുന്നു അവസ്ഥ. റോഡ് മൊത്തം ബ്ലോക്ക് ആയിരുന്നു. ഇനി വരും വീഡിയോസിൽ ഇവിടുത്തെ വിശേഷങ്ങൾ പ്രതീക്ഷിക്കാം എന്നെനിക്ക് പറയണമെന്നുണ്ട്. പക്ഷെ ഞാൻ നാളെ തന്നെ തിരിച്ച് നാട്ടിലോട്ട് പോവാണ്. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റാ.